സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് വ്യാപാരികളുടെ ആരോപണം. സമരത്തിന്റെ ഭാഗമായി നവംബർ മാസത്തെ സ്റ്റോക്ക് വ്യാപാരികൾ ബഹിഷ്കരിച്ചു. വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത മാസം മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്താനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം. റേഷൻ വ്യാപാരികൾക്കും ജീവനക്കാർക്കും മിനിമം വേതനം ഏർപ്പെടുത്തുക, റേഷൻ സാധനങ്ങൾ കൃത്യമായ അളവിൽ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പുകൾ നടപ്പായില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. മാത്രമല്ല, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും റേഷൻ നൽകിയ വകയിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ നൽകാനുണ്ടെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. 17/2/2014 കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ റേഷൻ വ്യാപാരിയുടെ കമ്മീഷൻ 200 രൂപയാക്കാമെന്നും ഡോർ ഡെലിവറി സിസ്റ്റം നടപ്പാക്കാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, എഗ്രിമെൻ്റ് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരം പിൻവലിച്ചു. 10 മാസമായി ഏകദേശം. ഇതുവരെ ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സമരത്തിന്റെ ഭാഗമായി നവംബർ മാസത്തെ സ്റ്റോക്ക് വ്യാപാരികൾ ബഹിഷ്കരിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം തുടങ്ങും. ഈ മന്ത്രി കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടച്ചിടും. ഗതികേട് കൊണ്ടാണ് വീണ്ടും കടയടച്ചുള്ള സമരത്തിന് ഒരുങ്ങുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.